നമസ്കാരം. ഒടുവിൽ പിണറായി വിജയനെതിരെ പരസ്യമായി രംഗത്ത് വരികയാണ് കെ ശൈലജ. തന്നെ വടകരയിൽ നിർത്തി തോൽപ്പിച്ചത് തന്നെ ഒതുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം തന്നെയായിരുന്നു എന്ന് ശൈലജ ടീച്ചർക്ക് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. പാർട്ടിയിൽ പിണറായി വിജയനെതിരെ ഒരു ശബ്ദമുയരുക, അതും ഒരു പെൺ ശബ്ദമുയരുക എന്നത് ആദ്യത്തെ സംഭവമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ നടുങ്ങലിലാണ് പിണറായി വിജയൻ. ജില്ലാ തലം മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ കൂടിയിരുന്ന് തലപുകഞ്ഞാലോചിച്ചിട്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് കാരണം പിണറായി വിജയൻ തന്നെയാണ് എന്ന ഒറ്റ ഉത്തരമാണ് പാർട്ടിക്ക് കിട്ടിയത്. ഇപ്പോഴിതാ ശൈലജ ടീച്ചർ കൂടി പിണറായി വിജയനെ പരസ്യമായി തള്ളിപ്പറയുന്നതോടെ വിഷയത്തിൽ CR നീലകണ്ഠൻ പ്രതികരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ശൈലജ ടീച്ചർ ആഞ്ഞടിക്കുകയായിരുന്നു. അവരെ നിർത്തി തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. കേരളത്തിൽ വടകരയടക്കമുള്ള സ്ഥലങ്ങളിലുള്ള വലിയ പരാജയത്തിന് കാരണം ഇവിടുത്തെ ഭരണവിരുദ്ധ വികാരമാണ് എന്നും അത് മുഖ്യമന്ത്രിയുടെ ശൈലിയടക്കം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ വന്ന ആരോപണമടക്കം വലിയ തോതിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ശൈലജ ടീച്ചർ ആഞ്ഞടിച്ചത്. ശൈലജയുടെ ഈ നടപടി ഒരു തരത്തിൽ അത്ഭുതമാണ്. കാരണം കേരളത്തിൽ പിണറായി വിജയനെതിരായി പറയുക എന്നത് ഇവിടെ ജീവിച്ചു പോകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. പക്ഷെ നാം ഇതിനെ കാണേണ്ടത് മറ്റൊരു സാഹചര്യത്തിൽ കൂടിയാണ്. മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ പി ജയരാജൻ, കണ്ണൂരിലെ പ്രമുഖനായ നേതാവ്, ഏറ്റവും ജനപ്രിയനായ നേതാവ്, ഒരുപക്ഷെ എല്ലാവരും നിസ്വാർത്ഥനായ നേതാവെന്ന് കരുതുന്നു, എനിക്കറിയില്ല, അങ്ങനെയാണെന്നാണ് പറയുന്നത്. അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മളിപ്പോൾ ഓർക്കുക. കേരളത്തിൽ ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയായി കാണാനാണ് വടകരക്കാർ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടാണ് അവരെ തോൽപ്പിച്ചത് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, ശൈലജ ടീച്ചറാണ് ആവേണ്ടത് എന്ന കൃത്യമായ മെസ്സേജ് അതിലൂടെ കൊടുക്കുന്നു. അതിന്റെ പിന്നാലെ മനു തോമസ് വരുന്നു. മനു തോമസ് നാടകങ്ങൾ നമ്മൾ കാണുന്നു. ഇപ്പൊ എന്തായാലും നമുക്കറിയില്ല, മനു തോമസ് എവിടെ പോയി എന്നറിയില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത് വളരെ കൃത്യമായ ചില മെസ്സേജുകളാണ്. കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ, അതുപോലെ നവകേരള സദസ്സിനെതിരെ, അതുപോലെ നിരവധി വിഷയങ്ങൾ, മുഖ്യമന്ത്രി പത്രക്കാരോട് കാണിക്കുന്ന രീതിക്കെതിരെ, മുഖ്യമന്ത്രി ഘടകകക്ഷികളോട് കാണിക്കുന്നത്, മന്ത്രിമാർ ശേഷിയില്ലാത്തവരായി തിരഞ്ഞെടുക്കുന്നത്, ഇതൊക്കെ വലിയ തോതിൽ കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അതിൽ ചോദ്യം ചെയ്യപ്പെട്ട മറ്റൊരാൾ റിയാസാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രിക്കെതിരെ എല്ലാ ആരോപണങ്ങളും വരുമ്പോഴും മറ്റ് മന്ത്രിമാർ ഏതാണ്ട് മൗനം പാലിക്കും. പിന്നെ പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് MV ഗോവിന്ദ മാഷ് ഒരു തമാശ പറയും. അദ്ദേഹം പറയുന്നത് തമാശയായിട്ടല്ല, പക്ഷെ ജനങ്ങളിൽ കേൾക്കുന്ന ആളുകൾക്ക് തമാശയാണ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പറഞ്ഞതുപോലെ ഈ കോട്ടയം ജില്ലാ കമ്മിറ്റിയാണെന്ന് പറഞ്ഞു. ഈ ഗോവിന്ദ മാഷ് പറഞ്ഞാൽ അത് ആളുകൾ ആരും വിശ്വസിക്കുന്നില്ല എന്ന് പാർട്ടിക്കാർ പറയാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷെ പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ പാർട്ടിക്കാർക്ക് പോലും വിശ്വാസമില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ളവർ വിശ്വസിക്കുക? അദ്ദേഹത്തിന്റെ കേരളയിലും അപ്പത്തിന്റെയൊക്കെ കഥ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ ഇപ്പൊ തമാശയായി ഇങ്ങനെ ട്രോളായി വന്നുകൊണ്ടിരിക്കുക. എന്തൊക്കെ പിന്നിത്താണ് അദ്ദേഹം പറഞ്ഞെന്നറിയില്ല. അപ്പൊ തീർച്ചയായിട്ടും അതിനെതിരെ വന്നു. മന്ത്രി റിയാസ് മാത്രമാണ് അതിശക്തമായി മുഖ്യമന്ത്രിക്ക് വേണ്ടി കവചം തീർത്തത്. അത് നമുക്കറിയാം എന്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സൂപ്പർ മുഖ്യമന്ത്രിയായി റിയാസ് പ്രവർത്തിക്കുന്നു എന്ന പരാതി തിരുവനന്തപുരം അടക്കമുള്ള ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് വരും. യഥാർത്ഥത്തിൽ ഇവിടെ സീനിയറായ മന്ത്രിയാണോ റിയാസ്? അല്ല. ഇതിലുള്ള ആരും സീനിയറല്ല. അതാണ് അതിന്റെ കുഴപ്പം. ഈ മന്ത്രിസഭയിലുള്ള ആരും സീനിയറല്ല. ആർക്കും അത്ര വലിയ കഴിവും ശേഷിയൊന്നുമില്ല. ഇതിനു മുമ്പുണ്ടായിരുന്ന മന്ത്രിസഭകളിലൊക്കെ വളരെ ശക്തരായ മന്ത്രിമാരുണ്ടായിരുന്നു. ഇപ്പോൾ തോമസ് ഐസക്കോ, AK ബാലനോ, G സുധാകരനെ പോലെയുള്ള ആളുകൾ ഇരുന്ന സ്ഥാനങ്ങളിലാണ് ഈ വക ആളുകൾ വന്നിരിക്കുന്നത്. എല്ലാവരും കൃത്യമായി ചോദിച്ച ഒരു ചോദ്യം, വീണ ജോർജും ശൈലജ ടീച്ചറും തമ്മിലുള്ള താരതമ്യം എന്ത് എന്നാണ്. എന്തൊരു ദയനീയ പരാജയമാണ് വീണ ജോർജ് ആരോഗ്യരംഗത്ത്. ഇന്ന് കേരളത്തിന്റെ ആരോഗ്യത്തിന് ഒരു മറുപടി പറയാൻ ആരുമില്ല. നിരന്തരം ആശുപത്രികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇപ്പൊ മഞ്ഞപ്പിത്തം വരുന്നു, അതിനുമുമ്പ് മറ്റു പനികൾ വരുന്നു. ഇവരെന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാലും റിപ്പോർട്ട് ചോദിച്ചിട്ട് റിപ്പോർട്ട് എവിടെയായിരിക്കണം എന്ന് ഇപ്പൊ ആർക്കെങ്കിലും അറിയും. ആ റിപ്പോർട്ടൊക്കെ എവിടെയോ അട്ടത്ത് വെച്ചേക്കുക. ആ റിപ്പോർട്ട് പിന്നെ പുറത്തെടുക്കില്ല. റിപ്പോർട്ട് ചോദിക്കും. ഞാൻ റിപ്പോർട്ട് ചോദിച്ചു, എന്നിട്ട് ഒന്നും ഉണ്ടായില്ല. റിപ്പോർട്ട് ചോദിക്കൽ തന്നെ. അവിടെ ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക വീണിട്ട് മാസങ്ങളായി. അതിന്റെ സമരം നടക്കുക. പിന്നെ ഞാൻ അവരുടെ കൂടെയാണ്. എന്നിട്ട് അവരുടെ കൂടെയായിട്ട് എന്താ കാര്യം? ഒരു പെൺകുട്ടി ICUവിൽ അപമാനിക്കപ്പെട്ടു. ICUവിൽ അപമാനിക്കപ്പെട്ട പെൺകുട്ടിയെ മാത്രമല്ല, അതിന് സാക്ഷ്യം പറഞ്ഞ് നഴ്സിനെ കൂടി എത്ര ഉപദ്രവിച്ചു. അവരെ ഇടുക്കിക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതൊക്കെയാണ് നമ്മുടെ ആരോഗ്യ രംഗം. ധനകാര്യ രംഗം പിന്നെ പറയാനില്ല. അദ്ദേഹത്തിൻ്റെ 10 പൈസ ഇല്ല. പിന്നെ എന്ത് ചെയ്യാനാണ്? അപ്പൊ അതുകൊണ്ട് ഏതാണ്ട് പൊതുവിതരണ രംഗമായാലും കാർഷിക രംഗമായാലും ഒന്നും ഈ ചില എന്താ പറയുക പ്രസ്താവനകളും പറയലും അല്ലാതെ വേറെ ഒരു നടപടിയും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. മന്ത്രിസഭ വളരെ ദുർബലമാണ്.
ആ ദുർബല മന്ത്രിസഭയിൽ സൂപ്പർ മുഖ്യമന്ത്രിയായിട്ടാണ് റിയാസ് വരുന്നത്. കാരണം ബാക്കിയുള്ളവർക്കൊന്നും പറയാനില്ല. റിയാസ് ഇങ്ങനെ ടൂറിസവും റോഡുമായിട്ട് ഇങ്ങനെ നല്ല കുട്ടപ്പനായിട്ട് നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ബന്ധം തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ പരിമിതിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ പരിമിതിയാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരെയാണ് ഈ ആരോപണം മുഴുവൻ വരുന്നത് എന്നത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. ആരും അതിനെ ഡിഫെൻഡ് ചെയ്യുന്നില്ല. അദ്ദേഹം തന്നെ ഒരിക്കൽ ചോദിക്കേണ്ടി വന്നു, എന്താ മന്ത്രിമാരൊന്നും മുഖ്യമന്ത്രിക്ക് സഹായത്തിന് വരാത്തത്? അപ്പൊ അതിനർത്ഥം എന്താ? അവർക്ക് തന്നെ അവരുടെ ഉള്ളിൽ തന്നെ സംശയങ്ങളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ചർച്ച വന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ റോഡ് പണിയെ കുറിച്ചുള്ള വലിയ വിമർശനം വന്നു. വലിയ വാഗ്ദാനങ്ങളാണ്. ഇദ്ദേഹം ഓരോ 1-ാം തീയതിയും പറയും അടുത്ത 1-ാം തീയതിക്ക് ശരിയാവും. പിന്നെ എല്ലാ മാസം 1-ാം തീയതി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കൊല്ലം കഴിഞ്ഞാലും എല്ലാ മാസവും 1-ാം തീയതി ഉണ്ടാവും. അതുകൊണ്ട് 1-ാം തീയതി തീരുമെന്ന് നമുക്ക് പറയാം. പക്ഷേ ഏത് 1-ാം തീയതി എന്നുള്ളത് ഏത് വർഷം എന്നുള്ളതും അറിയില്ല. തിരുവനന്തപുരത്തെ പ്രധാന റോഡുകളൊക്കെ കുളമായി കിടക്കുക. അതിന്റെ പണി തുടങ്ങിയിട്ട് മാസങ്ങളായി, വർഷങ്ങളായി. എന്തുകൊണ്ട് തീരുന്നില്ല? ഇദ്ദേഹം ടൂറിസ്റ്റുകളെ വിളിച്ചുകൊണ്ടിരുമ്പോൾ ഇവിടെ എന്താ സ്ഥിതി എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് സൂപ്പർ മുഖ്യമന്ത്രിയാണ് ഇദ്ദേഹം എന്നുള്ളത് CPM ഒട്ടും തന്നെ ഗുണകരമല്ല. അത് വളരെ മോശപ്പെട്ടൊരു മെസ്സേജാണ് അണികൾക്ക് കൊടുക്കുന്നത്. സാധാരണ ഇവരെ മറ്റുള്ളവരെക്കാൾ ഒരു സീനിയോറിറ്റിയും റിയാസിനില്ല. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ കൊടുത്തപ്പോൾ തന്നെ ചിലർക്കൊക്കെ മുറുമുറുപ്പുണ്ടായിരുന്നു. ശൈലജ ടീച്ചറെ പോലെയുള്ള ആളുകളെ പുറത്തിരുത്തിക്കൊണ്ടാണ് ഇദ്ദേഹത്തിന് വകുപ്പ് കൊടുത്തത്. MP ഗോവിന്ദൻ മാഷ് പിന്നെ സെക്രട്ടറി ആയി പോയി. MLA ആയിട്ടുള്ള ശൈലജ ടീച്ചറെ പോലെ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം ആളുകൾക്ക് കൊടുത്തപ്പോൾ തീർച്ചയായും അത് ജനങ്ങളിൽ വലിയ ദുഷ്പേരുണ്ടാക്കിയിട്ടുണ്ട്. മന്ത്രിസഭയുടെ ഇൻഎഫിഷ്യൻസി എന്നത് വളരെ കൃത്യമായി എല്ലാ ജില്ലാ കമ്മിറ്റികളും, അത് CPM മാത്രമല്ല CPIയുടെയും CPI സ്വന്തം മന്ത്രിമാരെ കുറിച്ച് പോലും വളരെ മോശപ്പെട്ട അഭിപ്രായമാണ് പറഞ്ഞത്. പൊതുവിതരണ മന്ത്രിയും കൃഷി മന്ത്രിയും ഒക്കെ വളരെ വളരെ ശക്തി കുറഞ്ഞവരും മുഖ്യമന്ത്രിയോട് നേരിട്ട് നിന്ന് കാര്യം പറയാൻ പറ്റാത്തവരും മന്ത്രിസഭാ യോഗത്തിൽ പോലും തലതാഴ്ത്തിയിരിക്കുന്നവരുമാണ് എന്നാണ്. ഇത് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നല്ലതല്ല. മാത്രവുമല്ല CPM ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇത് സൂപ്പർ മുഖ്യമന്ത്രിയെ തുടങ്ങിയ പേരുകളൊക്കെ വീണു കഴിഞ്ഞാൽ അത് ഈ സർക്കാരിനും പാർട്ടിക്കും വലിയ ദോഷമാണ് എന്നാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പറഞ്ഞത്. അതാണ് ജില്ലാ കമ്മിറ്റികൾ പറഞ്ഞത്. അതാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ ശൈലജയെ പോലെയുള്ള ആളുകൾ പറഞ്ഞത്. അത് ശ്രദ്ധിച്ചാൽ നന്ന്.